നമസ്തേ. അതെന്താ മുസ്ലിങ്ങൾക്ക് പോർക്ക് കഴിക്കരുതെന്ന് പ്രമാണമുള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ബീഫ് കഴിക്കരുതെന്ന് പ്രമാണമുണ്ടോ? ഇല്ല. ഹിന്ദു മതത്തിന് ഇങ്ങനെ ദൈവിക പ്രമാണങ്ങളൊന്നുമില്ല. അതൊരു സംസ്കാരത്തെ മതമായി അടയാളപ്പെടുത്തിയതാണ്. ബൈബിളോ ഖുറാനോ പോലെ ഈ സംസ്കാരത്തിലുള്ള പ്രമാണങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ, ശ്രുതികൾ എന്ന പേരിലുള്ള ചില ടെക്സ്റ്റുകളാണ്. അതാവട്ടെ എല്ലാവർക്കും ബാധകമായിട്ടുമില്ല. പ്രാമാണിക ഗ്രന്ഥമില്ലാതെ എങ്ങനെ ഒരു മതം ഇത്ര ശക്തമായി സർവൈവ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സംസ്കാരങ്ങളെ തകർത്ത് ഏതോ പേരിലുള്ള ഏകദൈവ ശാഠ്യങ്ങൾക്ക് അടിമകളായ മതവിശ്വാസികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. മതങ്ങളിൽ ദൈവത്തിനാണ് പ്രാധാന്യമെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ ധർമ്മത്തിനും സ്വാതന്ത്ര്യ ബുദ്ധിക്കുമാണ് പ്രാധാന്യമെന്ന് ലളിതമായി പറയാൻ കഴിയൂ. അതെന്തേലും ആകട്ടെ, ഹിന്ദുക്കൾ അനേകം പേർ ബീഫ് കഴിക്കാറുണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദുവിന് അവന്റെ സാംസ്കാരിക ശീലം മൂലം ബീഫോ മറ്റെന്തെങ്കിലും ഭക്ഷണമോ കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതെന്താ മുസ്ലിങ്ങളെ പോലെ പ്രമാണമുണ്ടെങ്കിലേ അതിന് നീയൊക്കെ അനുമതി നൽകുകയുള്ളൂ? ഗോമാംസം കഴിക്കില്ല എന്നതാണ് ഒരു കാലത്ത് സാംസ്കാരികമായി ഹിന്ദുക്കളിൽ കണ്ടിരുന്ന ഏകത്വത്തിന്റെ ഒരടയാളം. പശുവിനെ കേന്ദ്രീകരിച്ചുള്ള പാസ്റ്റൽ കൾച്ചറിന്റെ ഭാഗമായി വന്ന ആ ഒരു സംസ്കാരം ഒരു പ്രമാണവുമില്ലാതെ ഇവിടുത്തെ ആദിവാസികളിൽ വരെ വേരോടിയിട്ടുണ്ട്. വേട്ടയാടി ഭക്ഷണം കഴിക്കുന്നവർ പോലും നാട്ടുമനുഷ്യരുടെ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായ ജീവിയെ കൊന്നുതിന്ന് സ്പർദ്ധയുണ്ടാക്കരുത് എന്ന മഹത്തായ ചിന്തയുടെ ഭാഗമാകാം ഗോമാംസം ഉപേക്ഷിച്ചതും കഴിക്കുന്നവർക്ക് ഇന്നും ഊരുവിലക്ക് ഏർപ്പെടുത്തുന്നതും. മാത്രമല്ല, മുസ്ലിങ്ങൾ പോർക്ക് കഴിച്ചാൽ സ്വർഗം നിഷേധിക്കപ്പെടും എന്നുപോലുള്ള ചിന്താശേഷിയില്ലാതെ പേടിയിലുമല്ല. ഹിന്ദുക്കൾ ഗോമാംസം കഴിക്കാത്തത് അത് ആദരവിലും സ്നേഹത്തിലും അലിഞ്ഞു വന്ന ഒരു സംസ്കാരമാണ്. അമ്മയുടെ പാൽ കുടിച്ചതിന് ശേഷം പശുവിന്റെ പാൽ കുടിക്കുന്നത് കൊണ്ടാണ് അവർ അതിനെ ഗോമാതാവായി കണ്ട് ആദരിച്ചത്. പിന്നീട് തന്റെ ജീവിതത്തിന് ആധാരമാകുന്ന ജീവി ആയതുകൊണ്ട് സമൃദ്ധിയുടെ കാമധേനു സങ്കല്പത്തോട് ബന്ധിച്ച് ആരാധനയും ചെയ്യുന്നു. ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവും തോന്നേണ്ടതില്ല. കാരണം മതപ്രമാണം മൂലമുള്ള ഭയം കൊണ്ട് പോർക്ക് കഴിക്കില്ല എന്നതിനേക്കാൾ വലിയ വാലിഡായ ഒരു റീസണാണ് ആദരവിൽ ഉരുത്തിരിഞ്ഞ ഒരു സാംസ്കാരിക ശീലം കൊണ്ട് ബീഫ് കഴിക്കില്ല എന്നത്. പിന്നെ നിറയെ ഹിന്ദുക്കൾ ബീഫ് കഴിക്കാറുണ്ടല്ലോ എന്ന ചോദ്യം ശരിയാണ്. ഈ ബീഫ് തിന്നാൽ സംസ്കാരം മതമായി പരിണമിച്ചപ്പോൾ ചില പ്രശ്നങ്ങളും പറ്റി. ബുദ്ധമത സ്വാധീനത്തിൽപ്പെട്ട ഹിന്ദുമത യഥാസ്ഥിതികർ ബീഫ് കഴിക്കുന്നവരെ പതിരായി കണ്ടു. സംഘടിത മതം അല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടുകൂടായ്മയ്ക്ക് കാരണം തേടി നടന്നവരായിരുന്നല്ലോ അവർ. ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ഒരു കൈയിൽ വാളും മറുകൈയിൽ ബീഫുമായി മതം മാറ്റാൻ ചെന്നപ്പോൾ ബീഫ് തിന്ന് ജീവൻ രക്ഷിച്ചവരെ ഈ ബുദ്ധിയില്ലാത്ത യഥാസ്ഥിതികർ പതിരായി കണ്ട് പടി കൊട്ടിയടച്ചു. അതിശക്തമായ വിശ്വാസഭ്രാന്ത് മൂലം ബീഫ് തിന്ന ഹിന്ദുക്കളും സ്വയം പതിരായി കണ്ടു. അതുകൊണ്ടാണ് കൺവേർട്ട് ചെയ്തവർ പോയിട്ടും ഈ വിശ്വാസഭ്രാന്തന്മാരായ വിഡ്ഢികൾ തിരിച്ച് മതം മാറാതെ മുസ്ലിമായി തുടർന്നതും ഇന്ന് ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ ഭൂരിഭാഗം മുസ്ലിങ്ങൾക്കും പൂർവികരായതും. അതായത് ഇന്ത്യൻ മുസ്ലിമിന്റെ സ്വത്വത്തിന്റെ അടിസ്ഥാനം അവരിന്ന് ഏറ്റവും കളിയാക്കുന്ന ഹിന്ദുവിന്റെ ഗോമാതാ വിശ്വാസമാണെന്നർത്ഥം. അതുകൊണ്ട് അവബോധമുള്ള ഒരു ഹിന്ദുവും ഇന്ന് ബീഫിനെ നിഷിദ്ധമായി കാണുന്നില്ല. കഴിച്ചാൽ ഹിന്ദു അല്ലാതാകുമെന്ന് വിശ്വസിക്കുന്നുമില്ല. എന്നാൽ സ്വത്വബോധം മുറുകെ പിടിക്കുന്നവർ ഗോമാംസം ഇന്നും കഴിക്കില്ല. ബീഫ് എന്ന പൊതുനാമത്തിൽ ഒരു മാംസവും കഴിക്കില്ല. എന്നാൽ ചിലർ പോത്തിറച്ചിയാണെന്ന് ഉറപ്പിച്ച് വരുത്തി കഴിക്കാറുണ്ട്. വെറും സ്വത്വബോധത്തിന്റെ അങ്ങേയറ്റത്ത് നടക്കുന്ന ഗോമാംസ വിശ്വാസം മൂലം ചാണകത്തലയനായിരുന്ന ഹിന്ദു പൂർവികന്റെ മതം മാറിയ മുസ്ലിം തലമുറകൾക്ക് ആ സ്വത്വബോധം ഒരു തെറ്റാകേണ്ട കാര്യവുമില്ല. ഇനി ഇതെല്ലാം BJPയോടുള്ള വെറുപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല. കാരണം എന്തിനും ഏതിനും പ്രമാണം നോക്കുന്നവരുടെ BJPയോടുള്ള അകാരണമായ ഈ വെറുപ്പ് പ്രാമാണികമല്ല. BJPക്കാർ ഹിന്ദു സ്വത്വബോധം ഉയർത്തിപ്പിടിക്കുന്നത് മാത്രമാണ് പ്രശ്നം. അവബോധമില്ലാതെ ഹിന്ദു സ്വത്വബോധത്തെ ഇസ്ലാമിന് തുല്യമാക്കി കൊണ്ടു നടക്കുന്നവരെ എതിർക്കണം എന്നു തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഈക്വലായി ഇസ്ലാമിലെ ബഹുദൈവാരാധകരോടുള്ള സമീപനവും എതിർക്കപ്പെടണം. അല്ലാതെ ഞങ്ങളുടെ വിശ്വാസം എന്തോ കൊടിയൈറ്റം, ഹിന്ദുവിൻ്റെത് വേറെ എന്തോ മോശം ഐറ്റം എന്ന ചിന്ത നടക്കൂല. ഇങ്ങനെയുള്ള ചിന്താഗതി കൊണ്ടു നടക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഇസ്ലാമോഫിയർ വളർത്തുകയുള്ളൂ. ഫോബിയ എന്ന അകാരണമായ ഭയമല്ല, കൃത്യമായ കാരണങ്ങളുള്ള ഭയം തന്നെ. മുസ്ലിങ്ങളാണ് ഇത്തരം പ്രവണതകളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടത്. കേരളത്തിലെ ഹിന്ദുവിനെ വടക്കേ ഇന്ത്യയിലെ കാരണങ്ങൾ കൊണ്ടുവന്നിട്ട്
കേട്ട് നിശബ്ദരാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഹിന്ദു സംരക്ഷകരായി കാണുന്നവർ നറേറ്റീവ് ബിൽഡിങ്ങിലോ ഹിന്ദുവിന്റെ പൊതുബോധ നിർമ്മിതിയിലോ ശ്രദ്ധിക്കാതെ വർഗീയത മാത്രം പറയുന്നത് ആർക്കെങ്കിലും ഹിന്ദുവിന്റെ ഇഷ്ടപക്ഷമായി ബീഫിനെ അടയാളപ്പെടുത്തുന്ന നറേറ്റീവ് ബിൽഡിങ്ങിനുള്ള ലൈസൻസുമല്ല.